നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ബാലൻഡിയോർ ജേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നോമിനി ലിസ്റ്റ് ഇന്നലെയായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. ആദ്യ 30 പേരുടെ ലിസ്റ്റാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം നടത്തിയ താരമാണ് റോഡ്രിഗോ. അദ്ദേഹം ഇടം നേടിയിട്ടില്ല എന്നുള്ളത് പലർക്കും അത്ഭുതമായിരുന്നു. നെയ്മർ ജൂനിയർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ തങ്ങളുടെ ആ ഒരു പ്രതികരണങ്ങൾ അതല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാലിഗയിൽ 10 ഗോളുകളും 5 അസിസ്റ്റുകളും സ്വന്തമാക്കിയ താരമാണ് റോഡ്രിഗോ. ലാലിഗ കിരീടം റയൽ മാഡ്രിഡിനോടൊപ്പം നേടുകയും ചെയ്തിട്ടുണ്ട്. 5 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിക്കൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിൽ റയലിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് റോഡ്രിഗോ. ഇതിനൊക്കെ പുറമെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ 1 ഗോളും 1 അസിസ്റ്റും നേടിക്കൊണ്ട് നിർണായക പങ്ക് വഹിക്കാനും ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ അവർ പുറത്താക്കുകയായിരുന്നു. അതേസമയം ആർദൻ ഡോബിക്ക്, ഗ്രിമാൾഡോ, ഒൽമോ, ഫിൽഫോഡൻ എന്നിവരൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ വലിയ ട്രോളുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നടക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരാധകർ വലിയ വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ചില റിയാക്ഷനുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊരു കോമഡിയാണ് ഇത്! റോഡ്രിഗോക്ക് ആദ്യ 30-ൽ പോലും സ്ഥാനമില്ലത്രേ. എന്നിട്ട് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒൽമോയെയും ഫിൽഫോഡനെയും. ഇതാണ് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത്. മറ്റുള്ളവരോടുള്ള ആ ഒരു ഡിസ്റെസ്പെക്റ്റ് അഥവാ അനാദരവ് തുടരുന്നു എന്നാണ് ഒരു ആരാധകൻ്റെ പ്രതികരണം. PR വർക്ക് കാരണം പലരും റോഡ്രിഗോക്ക് മുകളിലെത്തി എന്നാണ് മറ്റൊരാൾ ആരോപിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് റോഡ്രിഗോ. അദ്ദേഹത്തെ തഴഞ്ഞത് തീർത്തും അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് മറ്റൊരാൾ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ആർത്തം ഡോബിക്കിന് വരെ സ്ഥാനമുള്ള പട്ടികയിൽ റോഡ്രിഗോക്ക് സ്ഥാനം ഇല്ലാത്തത് കോമഡി ആയിട്ടുണ്ട് എന്നാണ് മറ്റൊരാൾ എഴുതിയിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും റോഡ്രിഗോയെ തളർത്താനാവില്ല എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം. ഏതായാലും ഈ ഒരു വിഷയത്തിൽ റോഡ്രിഗോയെ തഴഞ്ഞ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.